നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റഡ് എന്നുള്ള വേർഡിനെ പറ്റിയാണ്. ഇൻസ്റ്റഡ് എന്നുള്ള വേർഡ് എന്ത് മീനിങ് ആണ് സെൻറ്റൻസുകളിൽ കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇൻസ്റ്റഡ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്തെന്ന് വെച്ചാൽ ഡിഫറൻറ്റ് ചോയ്സ് എന്നാണ്. അതായത് ഡിഫറൻറ്റ് ചോയ്സിനെയൊക്കെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റഡ് ചേർത്ത് നമ്മൾ സംസാരിക്കാറുള്ളത്. നമുക്ക് 2-3 എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. വി വെയർ ഗോയിങ് ടു ഓർഡർ പിസ്സ, ഇൻസ്റ്റഡ് വി ഓർഡർ ലസാനിയ. ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്യാൻ പോവുകയായിരുന്നു. ഇൻസ്റ്റഡ് അതിന് പകരം വി ഓർഡർ ലസാനിയ, ഞങ്ങൾ ലസാനിയ ഓർഡർ ചെയ്തു എന്നുള്ളൊരു സെൻറ്റൻസാണ്. ലസാനിയ എന്ന് പറയുന്നത് ഒരു ഫുഡ് ഐറ്റമാണ്. ഞങ്ങൾ പിസ്സയ്ക്ക് പകരം ലസാനിയ ഓർഡർ ചെയ്തു എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ പിസ്സയ്ക്ക് പകരം എന്നിങ്ങനെ പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റഡ് എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റഡിൻ്റെ ആശയം ഒന്ന് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് ഡിഫറൻറ്റ് ഒരു ചോയ്സിനെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റഡ് നമ്മൾ സെൻറ്റൻസുകളിൽ ചേർക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റഡിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്കിതേ സെൻറ്റൻസ് നമുക്ക് ഇങ്ങനെയും പറയാം. അതാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ഇൻസ്റ്റഡ് ഓഫ് പിസ്സ, പിസ്സയ്ക്ക് പകരം വി ഓർഡർ ലസാനിയ, ഞങ്ങൾ ലസാനിയ ഓർഡർ ചെയ്തു എന്നുള്ളൊരു സെൻറ്റൻസാണ്. സെയിം സെൻറ്റൻസ് തന്നെയാണ് നമുക്ക് ഇൻസ്റ്റഡ് ആദ്യം ചേർത്ത് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, വി ഓർഡർ ലസാനിയ ഇൻസ്റ്റഡ്, അതായത് പിസ്സയ്ക്ക് പകരം ഞങ്ങൾ ലസാനിയ ഓർഡർ ചെയ്തു എന്നുള്ളൊരു സെൻറ്റൻസാണ്. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഇൻസ്റ്റഡ് ഓഫ് ഗോയിങ് ടു ദ ബീച്ച് വി വെൻറ്റ് ടു എ മൂവി. ബീച്ചിൽ പോകുന്നതിന് പകരം ഞങ്ങളൊരു മൂവിക്ക് പോയി എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ബീച്ചിന് പോകുന്നതിന് പകരം എന്നൊരാശയം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഇൻസ്റ്റഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റഡ് ഓഫ് ഗോയിങ് ടു ദ ബീച്ച്, ബീച്ചിന് പോകുന്നതിന് പകരം വി വെൻറ്റ് ടു എ മൂവി, ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ തന്നെ അവിടെ ഗോയിങ് എന്നുള്ള ആ ഒരു വേർഡ്, ആ ഒരു വെർബ് ജെറൻഡാണ്, അത് ഓർത്ത് വെച്ചിരിക്കുക. അതായത് വെർബിൻ്റെ ING ഫോമേ നമ്മൾ ജെറൻഡ് എന്ന് പറയും. അത് ആ സെൻറ്റൻസിൽ വെർബ് ആയിരിക്കത്തില്ല. അതായത് ഒരു വെർബ് നൗണിൻ്റെ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ നമ്മൾ ജെറൻഡ് എന്ന് പറയും. ജെറൻഡിൻ്റെ ക്ലാസ് ഞാൻ എടുക്കാം. ഇപ്പോഴേ നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ആകാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ് ഇത് ജെറൻഡാണെന്ന് ഒന്ന് ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഗോയിങ് എന്ന് പറയുന്ന ആ വേർഡ് ജെറൻഡായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. വെർബ് തന്നെയാണ്, പക്ഷേ ഈ സെൻറ്റൻസിൽ അത് വെർബല്ല, അത് ജെറൻഡ് എന്ന് നമ്മൾ പറയും, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇൻസ്റ്റഡ് ഓഫ് ഗോയിങ് ടു ദ ബീച്ച്, ബീച്ചിൽ പോകുന്നതിന് പകരം ഞങ്ങളൊരു മൂവിക്ക് പോയി എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഇൻസ്റ്റഡ് ഓഫ് ഗോയിങ് ടു ദ ബീച്ച് വി വെൻറ്റ് ടു എ മൂവി, ബീച്ചിൽ പോകുന്നതിന് പകരം ഞങ്ങളൊരു മൂവിക്ക് പോയി എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഇൻസ്റ്റഡ് ഓഫ് ഡ്രൈവിംഗ് വി ക്യാൻ ടേക്ക് എ ട്രെയിൻ. ഡ്രൈവ് ചെയ്യുന്നതിന് പകരം നമുക്ക് ട്രെയിനിൽ പോകാം എന്നുള്ളൊരു സെൻറ്റൻസാണ്. അവിടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു ജെറൻഡാണ്, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതിന് പകരം നമുക്ക് ട്രെയിനിൽ പോകാം എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതിന് പകരം എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇൻസ്റ്റഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, അതേ സെൻറ്റൻസ് തന്നെയാണ് ഞാൻ പല രീതിയിൽ എഴുതിയിരിക്കുകയാണ്. വി ക്യാൻ ടേക്ക് എ ട്രെയിൻ ഇൻസ്റ്റഡ് ഓഫ് ഡ്രൈവിംഗ്. ഡ്രൈവ് ചെയ്യുന്നതിന് പകരം നമുക്ക് ട്രെയിനിൽ പോകാം എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഇൻസ്റ്റഡ് ഞാൻ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെയും നമുക്ക് പറയാം. വി ക്യാൻ ടേക്ക് ദ ട്രെയിൻ ഇൻസ്റ്റഡ് ഓഫ് എ കാർ. കാറിന് പകരം നമുക്ക് ട്രെയിനിൽ പോകാം എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഇൻസ്റ്റഡ് ഓഫ് എ കാർ ലെറ്റ്സ് ടേക്ക് ദ ട്രെയിൻ. അതേ സെൻറ്റൻസ് തന്നെയാണ്, വേറെ രീതി എഴുതിയിരിക്കുന്നേ ഉള്ളൂ. ഇൻസ്റ്റഡ് ഓഫ് എ കാർ ലെറ്റ്സ് ടേക്ക് ദ ട്രെയിൻ. കാറിന് പകരം നമുക്ക് ട്രെയിനിൽ പോകാം എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ലെറ്റ്സ് നോട്ട് ഡ്രൈവ് ഇൻസ്റ്റഡ് ലെറ്റ്സ് ടേക്ക് ദ ട്രെയിൻ. ഡ്രൈവ് ചെയ്യുന്നതിന് പകരം നമുക്ക് ട്രെയിനിൽ പോകാം എന്നുള്ളൊരു സെൻറ്റൻസാണ്. പല മെത്തേഡിലും ഞാൻ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. ഇൻസ്റ്റഡ് പല മെത്തേഡിലും നമുക്ക് യൂസ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടി പല മെത്തേഡിലും ഞാൻ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇൻസ്റ്റഡിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഡിഫറൻറ്റ് ചോയ്സിനെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റഡ് നമ്മൾ സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റഡിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എപ്പോൾ ഇൻസ്റ്റഡ് ഏത് സെൻറ്റൻസിൽ കണ്ടാലും ഒന്ന് ശ്രദ്ധിക്കുക എന്താണ് പറയുന്നത് എന്ന്. ഒരു ഡിഫറൻറ്റ് ചോയ്സ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് എന്നൊരു ഐഡിയ ആയിരിക്കും ഇൻസ്റ്റഡ് കൊടുക്കുക, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.